അവർ വരച്ച വരവിട്ട്, ഏത് വരയെന്നോ, അതെ, എവിടെ പോകുന്നു, എന്തിനാ അവിടെ പോകുന്നത്? അവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല. എന്തിനാ ഇപ്പോൾ ഇത്രയും വലിയ വീട്? ഓ പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? അവിടെ തന്നെ പോകണമെന്ന്, അവിടെ തന്നെ ജോലിക്ക് പോകണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ആ ജോലിക്ക് തന്നെ പോകേണ്ടത് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടാണോ? ഇങ്ങനെയുള്ള വസ്ത്രം തന്നെ ഇടണമെന്ന്, ഇതിട്ടാലേ നാണം മറയത്തുള്ളൂ അല്ലേ? ഈ വസ്ത്രം തന്നെ ഇടണം, ഈ ആഹാരം തന്നെ വച്ചാലേ പറ്റത്തുള്ളൂ, ഇങ്ങനെ തന്നെ സ്വന്തം വണ്ടി തന്നെ യാത്ര ചെയ്താലേ പറ്റത്തുള്ളൂ. വണ്ടിയില്ലാത്ത ആരും ഇല്ലേ? വണ്ടിയില്ലാത്ത ആരും ജീവിക്കുന്നില്ലേ അല്ലേ? എന്ത് ചെയ്താലും ഇതുപോലെ അവരെ ബാധിക്കുന്ന കാര്യമാണോ? അല്ല, നിന്നെ ബാധിക്കുന്ന കാര്യമോ? പക്ഷേ എല്ലാത്തിനും വഴി മുടക്കിക്കൊണ്ട് അവരായിട്ട് ചില വരയും വരച്ചങ്ങ് നിൽക്കുക. ആ വരയ്ക്കപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുവാൻ പോകുക. അവരുടെ ഇഷ്ടത്തിനും അവരുടെ ആലോചനകൾക്കും അപ്പുറത്തേക്ക്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അതെ, പുറത്തുള്ളവർ മാത്രമല്ല അകത്തുള്ളവർ. എന്തിന്? പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി തരേണ്ടവർ, നിങ്ങൾ പറന്നുയരുന്ന സ്വപ്നങ്ങളുടെ വികായസിലേക്ക് നിങ്ങൾക്കൊപ്പം പറന്നുയരേണ്ടവർ തന്നെ വരയ്ക്കുക. അല്ലേ സഹോദരി? അതാ ഏറ്റവും വലിയ സങ്കടം. ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് പോവും, വലിയ സന്തോഷത്തോടെ ഭർത്താവിനോടൊപ്പം പോവും. നിന്നോടാ സഹോദരി, അത് തന്നെ നിൻ്റെ അവസ്ഥ തന്നെയാണ്. വളരെ ആഗ്രഹിച്ചു പോകും ഇഷ്ടപ്പെട്ട ആ കളറിലുള്ള അങ്ങനത്തെ വസ്ത്രം. അവിടെ എത്തുമ്പോൾ ആ ഡ്രസ്സ് എടുക്കുമ്പോൾ ചോദ്യമായി, എന്തിനാ ഈ കളർ? എന്തിനാ ഈ മോഡൽ? എന്തിനാ ഇത്ര വില കൂടിയത്? ഇതിലെ ഭേദം കൊണ്ടുപോകാതിരുന്നെങ്കിൽ അല്ലേ? ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വല്ലപ്പോഴുമേ ഉള്ളൂ, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി. അപ്പോൾ ആ കടയ്ക്കകത്ത് വെച്ച് സംസാരം അത് തന്നെ. ഇതെന്തിനാ? ഇതൊക്കെ വേണമെങ്കിൽ വീട്ടിനകത്തുണ്ടാക്കി കഴിച്ച. പിന്നെ എന്തിനാ ഹോട്ടലിൽ വന്നേ? വാരി എടുക്കുന്നുണ്ട് ചുറ്റുപാട് നോക്കിക്കൊണ്ട്, നിറയുന്ന കണ്ണ് പുറത്ത് കാണിക്കാതെ. പക്ഷേ വായ്ക്കകത്ത് വയ്ക്കുന്നത് അകത്തോട്ട് പോകുന്നില്ല. ജീവനുള്ള ശരീരമല്ലേ? എല്ലാത്തിനും എന്ത് ചെയ്താലും എങ്ങോട്ട് പോയാലും മക്കളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. അവർ നന്നായിരിക്കണം. നമ്മൾ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകെട്ടി നിന്ന് എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ ഇഷ്ടം മാത്രം നിറവേറുന്ന നരകിച്ച ജീവിതം. എൻ്റെ മക്കൾ അങ്ങനെ ജീവിക്കരുതെന്ന് പറഞ്ഞ് അവരൊരു നല്ല കോഴ്സിനുണ്ടാക്കി. പിന്നെ ഈ കോഴ്സിന് പഠിപ്പിച്ചാലേ പറ്റും. നിന്നെക്കൊണ്ട് വല്ലതും പറ്റുന്നതാണോ? പറ്റിയാലും പറ്റിയില്ലെങ്കിലും അത് കഷ്ടപ്പെടുന്നത് നിങ്ങളല്ലേ? അവരാണോ? ഈ പറയുന്നവരാണോ? അങ്ങനെ വരച്ചിരിക്കുക. അപ്പോൾ ആ വരകളൊക്കെ ഇന്ന് പൊളിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് സഹോദരി? ഇനി ഇഷ്ടപ്പെട്ട ആഹാരത്തിന് മുമ്പിൽ നിന്ന്, ഇഷ്ടപ്പെട്ട വസ്ത്രത്തിന് മുമ്പിൽ നിന്ന്, ഇഷ്ടപ്പെട്ട കാര്യത്തിന് മുമ്പിൽ നിന്ന് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അതിനെ വിട്ടുകളഞ്ഞിറങ്ങിപ്പോരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദര, നിനക്കിഷ്ടപ്പെട്ട ജോലി, നീ ഇഷ്ടപ്പെട്ട സ്ഥാനത്ത്, നീ ഇഷ്ടപ്പെട്ടതുപോലെ അതേ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൻ്റെ അഭിപ്രായങ്ങളും നിൻ്റെ ഇഷ്ടങ്ങളും ചേഞ്ച് വരുത്തുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ മക്കളെ എത്തിക്കേണ്ട സ്ഥാനത്ത് നീ എത്തിക്കും. ഷബറിതലമാഷേഖനെ അതിനകത്ത് അവരുടെ ഇഷ്ടങ്ങളോ ആലോചനകളോ അവരുടെ പദ്ധതികളോ നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഇഷ്ടപ്പെടുന്നത്, നിൻ്റെ മക്കൾ അർഹിക്കുന്നത് അവിടെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ കൊണ്ടു ചെന്നെത്തിക്കും. ആ ബാരിക്കേഡുകളെ എല്ലാ ബാരിക്കേഡുകളെയും എൻ്റെ ദൈവം ഇന്ന് തകർക്കുകയാണ്. നോക്കൂ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും. ഒരു വിളക്ക് ഒപ്പമുള്ളവർക്ക് മാത്രമല്ല തനിക്കും പ്രകാശം നൽകുന്നതാണ്. വിളക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വിളക്ക് തെളിച്ചു വയ്ക്കുമ്പോൾ ആദ്യമായി കാണുന്നത് ആ വിളക്ക് കുപ്പി ഗ്ലാസ്സിലുള്ളതാണോ, അല്ലെങ്കിൽ ചെമ്പിലുള്ളതാണോ, ഓട്ടിലുള്ളതാണോ, അലുമിനിയത്തിലുള്ളതാണോ, സ്റ്റീലിലുള്ള പല രീതിയിലുള്ള വിളക്കുകൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല? ഇല്ല, വേണ്ട. നിങ്ങളുടെ ബൾബിലേക്കൊന്ന് നോക്കി. ആ ബൾബ് പ്രകാശിക്കുമ്പോൾ അത് എவ்விധത്തിലുള്ള ബൾബാണ് എന്ന് ആദ്യം
നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ആ ബൾബിൻ്റെ പ്രകാശത്താൽ മുറിക്കകം മുഴുവൻ കാണുവാൻ കഴിയും. ആദ്യത്തെ ദൂത് നിങ്ങൾക്ക് കൈമാറട്ടെ, നീയും നിനക്കൊപ്പമുള്ളവർക്കും നിനക്കും നിനക്കൊപ്പമുള്ളവർക്കും പ്രയോജനപ്പെടും വിധത്തിൽ നിന്നെ എൻ്റെ കർത്താവ് പ്രകാശിപ്പിക്കും. നിൻ്റെ ലൈഫിനെ എൻ്റെ കർത്താവ് പ്രകാശിപ്പിക്കും, അഥവാ പ്രയോജനപ്പെടുത്തും. അതേ സഹോദര, ആ തൊഴിൽ കൊണ്ട്, നീ ഇന്നായിരിക്കുന്ന ആ തൊഴിലിടത്തിലെ നന്മ കൊണ്ട് നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ മക്കൾ മുഖാന്തരം, അതെ, നീയും അവരും അനുഗ്രഹിക്കപ്പെടും. ശുശ്രൂഷക, നീയും ശുശ്രൂഷ ചെയ്യുന്ന നീയും നിന്നിലൂടെ അനേകരും അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും ശുശ്രൂഷകന്മാർക്കാണ് ഇവിടെ പ്രശ്നം. ആമേൻ. അവർ പട്ടിണി കിടക്കണം, അവരെന്നും കരഞ്ഞ് കാല് പിടിച്ച് നിലവിളിച്ചുകൊണ്ട് നടക്കണം. അങ്ങനെയാണ്. അതൊക്കെ മോശമല്ലേ സഹോദര? ആമേൻ. ആ വിളക്കിനും പ്രകാശം കിട്ടും. ആമേൻ. കിട്ടിക്കോട്ടെന്നേ, നിങ്ങൾക്ക് ദ്രോഹമൊന്നുമില്ലല്ലോ. ആമേൻ. ഒപ്പമുള്ളവർക്കും നിനക്ക് നീ പ്രയോജനപ്പെടുവാൻ പോകുക. നീ എന്തിന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്ന് സ്വന്തം ബന്ധങ്ങൾ തന്നെ ചോദിക്കുന്നില്ല. അതിനുള്ള ഉത്തരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ ഒരു വിളക്ക് സ്വയം പ്രകാശിച്ച് തന്നെ വെളിപ്പെടുത്തുകയും ഒപ്പമുള്ളവർക്ക് വെളിച്ചം നൽകുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ. അപ്പോൾ ആ വിളക്ക് അവിധത്തിൽ സ്വയം തന്നെ വെളിപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുവാനും എന്തു ചെയ്യണം? കർത്താവായ യേശുക്രിസ്തു മലമേലുള്ള പ്രഭാഷണത്തിന് മധ്യേ പറയുന്ന കാര്യമാണ്. കോണ്ടസ്റ്റ് വേറെയാണ്, എങ്കിലും ആ വാക്യത്തിലെ അർത്ഥം നിങ്ങൾ കേട്ട ആലോചനകളുടെ നിവർത്തീകരണത്തിന് വഴിയൊരുക്കും എന്നതിനാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു. അതേ ആത്മാവിൽ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, അവിടെ വിളക്ക് കത്തിച്ച് വിളക്ക് തണ്ടിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൻ്റെയോ ഏതെങ്കിലും ഒരു പൊക്കപ്പുറത്തോ വയ്ക്കണം. നിങ്ങളുടെ വീട്ടിലൊക്കെ ഒത്തിരി ഇലക്ട്രിക് ലൈറ്റുകൾ, ബൾബുകൾ ഉണ്ടല്ലോ, എല്ലാം മുകളിലായിരിക്കും, നിങ്ങളുടെ കൈയെത്തുന്നതിന് മുകളിലായിരിക്കും. എന്തിനു വേണ്ടി? ഒപ്പമുള്ളതിനെ എല്ലാം പ്രകാശിപ്പിക്കുവാൻ വേണ്ടി. അല്ലാതെ ബാസ്ക്കറ്റിൻ്റെ അടിയിലോ കബോർഡിൻ്റെ ഇടയിലോ ഒന്നും വയ്ക്കത്തില്ലല്ലോ. അങ്ങനെ വയ്ക്കുന്ന അതിൻ്റേതായ ഉദ്ദേശങ്ങളുള്ള ലൈറ്റ് കാണും. പക്ഷേ മുറിക്കകത്ത് പ്രകാശം വേണമെങ്കിൽ ഉയരമുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കണം. അങ്ങനെ വിളക്ക് തണ്ടിന്മേൽ വിളക്ക് വയ്ക്കുന്നത്, ആ വിളക്കിന് മുകളിൽ പറ വയ്ക്കരുത്, അല്ലെങ്കിൽ ആ വിളക്കെടുത്ത് പറയിൻ്റെ കീഴിൽ വയ്ക്കരുത്. പറ എന്താണ്? പഴയ കാലത്ത് ധാന്യങ്ങൾ അളക്കുന്ന ഒരു ഉപകരണമാണ്. അതെ, പറ. അത് തടിയിലുള്ളതുണ്ട്, ഇരുമ്പിലുള്ളതുണ്ട്, മുള കൊണ്ടുണ്ടാക്കിയ ഈറ കൊണ്ട് കുട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നതുണ്ട്. അങ്ങനെ പല നിലകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചിത്രപ്പണികളൊക്കെ ചെയ്ത അളവുകളുണ്ട്, പറകൾ. ഇന്ന് നിങ്ങൾക്കത് എവിടെ കാണുവാൻ കഴിയും? ഹൈന്ദവ സഹോദരങ്ങളുടെ വിവാഹവേദിയിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. അല്ലാതെ കാണുവാൻ കഴിയുന്നത് ചുരുക്കമാണ്. അപ്പോൾ ഈ പറയെടുത്ത് വിളക്കിന് മുകളിൽ വയ്ക്കരുത്. വച്ചാൽ എന്ത് സംഭവിക്കും? ഈ വിളക്കിന് തന്നെ വെളിപ്പെടുത്തുവാനും കഴിയില്ല, ഒപ്പമായിരിക്കുന്നവർക്ക് വെളിച്ചം നൽകുവാനും കഴിയത്തില്ല. പറ സമം അളവ് വയ്ക്കുക. നീ ഇത്ര മതി, ഇതിലപ്പുറം നീ വരണ്ട, നിന്റെ പ്രകാശം ഇതിനകത്ത് നിന്നാൽ മതി. ആർക്കും ഉപയോഗമില്ലാത്ത പറയ്ക്കകത്ത് നീ ഒതുങ്ങിയാൽ മതി. ചില സ്ഥലങ്ങളിൽ നീ ഒതുങ്ങണമെന്ന് പറഞ്ഞ്, നിന്നെ ഒതുക്കണമെന്ന് പറഞ്ഞ്, അത് തന്നെയാണ് അവരുടെ ഇഷ്ടത്തിനകത്ത് നിന്നെ ഒതുക്കണം. നീ എന്ത് കഴിക്കണം, നീ എന്ത് തിന്നണം, എന്ത് ഉടുക്കണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ആരോട് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ സംസാരിക്കണം, ഏത് ടോണിൽ സംസാരിക്കുമ്പോൾ നിൻ്റെ പിച്ച് എങ്ങനെയായിരിക്കണം, നിൻ്റെ കണ്ണ് എങ്ങോട്ട് നിൽക്കണം, നീ എവിടെ നോക്കണം. എൻ്റെ പൊന്നു പാസ്റ്ററേ, നിങ്ങളെപ്പോഴാണ് എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ വന്ന് ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കിയെന്നാണോ നിങ്ങൾ ഇപ്പം ചോദിക്കുന്നത്? അല്ലേ സഹോദരി? വല്ലാത്തൊരു നരകിച്ച ജീവിതം. ഒന്നും ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യമില്ല, ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ജീവിക്കുക. അങ്ങനെ മനുഷ്യർ വരച്ച വരയ്ക്കപ്പുറം നിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നീ നടന്ന് കയറുവാൻ പോകുക. വിശ്വാസത്തോടെ ഒരാമേൻ പറയും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. റാഥലമാശകനും അവർ വരച്ച വരവിട്ട് നീ പുറത്തു വരുവാൻ പോകുക. അതെ, അവർ പറയുക ഈ ജോലിയൊക്കെ ചെയ്താൽ മതി. അയ്യോ, നിൻ്റെ അപ്പനും അമ്മയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അതാ, അവരൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ നീ മാത്രം എന്തിനാ അങ്ങനെ നടന്ന് ചാടുന്നു? നിനക്ക് മാത്രം ഇത്ര കുന്തളിപ്പെന്തിനാ? അവർ ഒതുങ്ങിയതുപോലെ നിന്നെ ഒതുക്കിക്കൂട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുക. നീ ആഗ്രഹിക്കുന്ന വർധനവും വിശാലതയും, ഇന്ന് വാങ്ങുന്നതിൻ്റെ 4 ഇരട്ടി വാങ്ങുവാൻ കഴിയുന്ന രാജ്യത്തിലേക്ക് എൻ്റെ ദൈവം നിനക്ക് വാതിൽ തുറന്നിരിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിൻ്റെ തലമുറകൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് എത്തപ്പെടുവാൻ പോകുക. ഷബറിദലമാശകന് അவ்விധത്തിലുള്ള ഭവനങ്ങൾ നീ പണിയുവാൻ പോകുക. അവരുടെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭവനങ്ങൾ, നിൻ്റെ ഇഷ്ടത്തിന് നീ സ്വപ്നം കണ്ട നിലയിൽ നിൻ്റെ മക്കൾ പഠിക്കും.
സ്തോത്രം. ഓ ഷബാറീധല, എല്ലാ വരകളെയും ദൈവം മായ്ച്ചു കളയുക. ഓ ഷബാറീധലമാഷെഖനെ. അവൻ ഈ പറ അത് ഏത് ലോഹം കൊണ്ടുണ്ടാക്കിയതാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ അത് മേക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ത് തന്നെ ആയിരുന്നാലും, ഈ അകത്തിരിക്കുന്ന വിളക്ക്, വിളക്കിൻ്റെ സ്ഥാനത്തൊരു ആളിക്കത്തുന്ന തീയായി മാറിയാൽ എന്ത് ചെയ്യും? മെറ്റീരിയൽ തടിയാണെങ്കിൽ കത്തിപ്പോകും, മെറ്റീരിയൽ ഇരുമ്പാണെങ്കിൽ തീ ആളിക്കത്തിയാൽ പഴുത്തുരുകും, ഉരുകി ഒലിക്കും. ഓ സ്തോത്രം. ഞാനിങ്ങനെ പറയട്ടെ, ഒരു വിളക്കായിരുന്ന നിന്നെ അളന്ന് ഒതുക്കാൻ പറ്റും. നീ ഒരു തീക്കുണ്ടമായി മാറിയാൽ, നീ ജ്വലിച്ച് കത്തുന്ന ഒരു തീക്കുണ്ടമായി മാറിയാൽ, ശുശ്രൂഷക, പ്രിയ മാതാവേ, പിതാവേ, മക്കളെ, സഹോദര കേൾക്ക്, നീ ജ്വലിച്ച് കത്തുന്ന ഒരു തീക്കുണ്ടമായി മാറിയാൽ ഒന്നുകൊണ്ടും നിന്നെ അടച്ചു വയ്ക്കുവാനോ അളവ് വയ്ക്കുവാനോ കഴിയത്തില്ല. ചോദിക്കുക, പാസ്റ്റർ എങ്ങനെ സാധിക്കും? ജ്വലിച്ചു കത്തുവാൻ എങ്ങനെ സാധിക്കും? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. ഈ ദിവസങ്ങൾ അവിധത്തിൽ ജ്വലിച്ചു കത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യേ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, ഏത് സാഹചര്യത്തിൽ, ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ജ്വലിച്ചു കത്തുവാനും അളവുകളെ പൊട്ടിച്ച് വരകളെ മായ്ച്ചു കളഞ്ഞ് ബാരിക്കേഡുകളെ തകർത്ത് മുന്നേറുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. ആ അതിരുകൾക്കകത്തല്ല, പുറത്ത് വിശാലതയിൽ നിങ്ങൾ പറന്നുയരുന്ന സന്തോഷത്തിൻ്റെ പ്രത്യാശയുടെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അനന്ത വിഹായസിലേക്ക് നിങ്ങൾക്ക് കരുത്ത് പകരുവാൻ പ്രൈസർ ഫാമിലി ഒപ്പം ഉണ്ടാകും. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് വചന ശുശ്രൂഷയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. ലൈവായി തന്നെ ജോയിൻ ചെയ്ത് നോക്ക്. ബ്ലെസ്സിങ് ആയിരിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് കഴിയും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. സഭ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്റർ. ചൊവ്വാഴ്ച സഹോദരന്മാരുടെ മീറ്റിംഗാണ്. സഹോദരന്മാർ, എക്സ്ക്യൂസ് മീ, അതെ ക്ഷമിക്കുക, സഹോദരിമാർക്ക് വളരുവാനും പുറത്തു വരുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള അവസരം നിങ്ങൾ കടന്നു വന്ന് നോക്ക്. ബ്ലെസ്സിങ് ആയിരിക്കും. ട്യൂഷൻ, നമ്മുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും പ്രാപിക്കുവാനുമുള്ള അവസരം. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന, രാവിലത്തെ സെക്ഷൻ. വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ ഒരു സെക്ഷനുണ്ട്, കാട്ടാക്കടയ്ക്ക് സമീപം വെച്ചിട്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കോൺടാക്ട് ചെയ്തോ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവം, ഒപ്പമായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ വരകളും ബാരിക്കേഡുകളും ബൗണ്ടറീസും ബ്രേക്ക് ചെയ്ത് ഇവർ പുറത്തു വരട്ടെ. ഇവരുടെ വളർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഇവരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുറത്തു വരവിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബാരിക്കേഡുകളെയും സ്വർഗ്ഗമങ്ങ് പൊളിച്ചു കളയുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവർ ശക്തിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലങ്ങ് നിറയട്ടെ. തൊഴിലിടത്തിൽ വളർച്ചയും വർധനവും വിശാലതയും ഉണ്ടാകട്ടെ. ഇവരുടെ സ്വപ്നങ്ങൾക്കപ്പുറമായി ഇവർ പ്രാപിക്കുന്ന ദിവസങ്ങളായി മുൻപിലുള്ള ദിവസങ്ങൾ മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും യേശുവിൻ നാമത്തിൽ സാധ്യമായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമങ്ങ് സൗഖ്യമാക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ വഴിയട്ടെ. അവിടെ തന്നെ ആ രോഗാവസ്ഥയിൽ അവസാനിപ്പിക്കുമെന്ന് വാദിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ പുറത്തു വരട്ടെ. വിശാലത പ്രാപിക്കട്ടെ. അവർ ആഗ്രഹിക്കുന്നത് പോലുള്ള വിവാഹം നടക്കട്ടെ. അവർ സ്വപ്നം കാണുന്നത് പോലുള്ള രാജ്യങ്ങളിലെത്തട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ സ്വന്തമാകട്ടെ. അവരുടെ ഇഷ്ടം നിറവേറട്ടെ. ഭവനങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്ത ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. എല്ലാ മാറ്റി നിർത്തലുകളും അവഗണനകളും ഒഴിവാക്കലുകളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. ജപ്തി നടപടികളും പലിശക്കടങ്ങളും മാറിപ്പോകട്ടെ. ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗ്ഗം മാനിക്കണമേ. വിദേശങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗം അങ്ങ് അനുഗ്രഹിക്കണമേ. അവിടങ്ങളായി കാത്തു പരിപാലിക്കണമേ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. യാത്രാ തടസ്സങ്ങൾ മാറട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. IELTS പ്രോബേറ്ററി MOH എക്സാമുകൾ എഴുതി ആയിരിക്കുന്നവർ നല്ല റിസൾട്ട് നൽകി മാനിക്കണമേ. ഈ ദിവസങ്ങളിൽ ഇവർ അധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ. ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ പറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ രാവിലെ വൈകുന്നേരമൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. ലൈവിൽ വളരെ ബ്ലെസ്സിങ് ആയിരിക്കും. പ്രാർത്ഥനയുടെ വചന ശുശ്രൂഷയ്ക്കൊപ്പം നമുക്ക് ഓരോ ദിവസം ആരംഭിക്കാം, ഓരോ ദിവസങ്ങൾ അവസാനിപ്പിക്കാം. എന്നാൽ ശരി, നാളെ ദൈവാനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.